ആത്മാക്കൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു വലിയ വീട് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു വീടുണ്ട്. അതുള്ളത് അങ്ങ് അമേരിക്കയിലാണ്. 2018 പുറത്തിറങ്ങിയ വിഞ്ചസ്റ്റർ എന്ന മൂവിയോട് കൂടിയാണ് അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രേതവീടിന്റെ പിന്നിലെ കഥകൾ ലോകം അറിയാൻ തുടങ്ങിയത്. കാലിഫോർണിയയിലെ സാൻജോസിൽ സാറ വിഞ്ചസ്റ്റർ എന്ന സ്ത്രീ തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാനായിരുന്നു പ്രേതങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കൊട്ടാരം പണിയുന്നത്. മെരാമസ് ബാധിച്ച് മകളും വർഷങ്ങൾക്ക് ശേഷം ക്ഷയം ബാധിച്ച് ഭർത്താവ് വില്യം വിഞ്ചസ്റ്ററും മരണപ്പെട്ടു. പിന്നീട് തുടരെ പല മരണങ്ങളും ആ കുടുംബത്തിൽ നടന്നു. തൻ്റെ ഉറ്റവരെയെല്ലാം നഷ്ടമായ സാറ കടുത്ത ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി. വിഷാദ രോഗത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയതോടെ സാറ തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം തേടി ആദം കോൺസ് എന്ന വ്യക്തിയെ കാണുന്നു. മരിച്ചവരുടെ ആത്മാക്കളുമായി സംസാരിക്കുന്ന അയാൾ സാറയുടെ ഭർത്താവിൻ്റെ ആത്മാവുമായി സംസാരിക്കുന്നു. വിഞ്ചസ്റ്റർ റിപ്പീറ്റിംഗ് ആംസ് എന്ന തോക്കുകൾ വിൽക്കുന്ന കമ്പനിയുടെ ഉടമയായിരുന്നു അയാൾ. വിഞ്ചസ്റ്റർ റൈഫിൾ കാരണം മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ എന്നും തൻ്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നും അവർ തന്നെയാണ് തൻ്റെയും തൻ്റെ മകളുടെയും മരണത്തിന് കാരണക്കാർ. അതിനാൽ ആത്മാക്കൾക്ക് ഒരിക്കലും സാറയെ കണ്ടെത്താനും ഉപദ്രവിക്കാനും കഴിയാത്ത തരത്തിൽ ഒരു വീട് പണിത് അവിടെ വേണം ഇനിയുള്ള കാലം സാറ താമസിക്കാൻ. തൻ്റെ സമ്പത്ത് മുഴുവനായി ചിലവഴിച്ചുകൊണ്ട് വലിയൊരു കൂറ്റൻ വീട് പണിയണം. ആത്മാക്കൾക്ക് വേണ്ടി ഒരു വീട്. അതിൻ്റെ ഓരോ മുറികളിലായി ആത്മാക്കളെ പൂട്ടിയിടണം. ഒരിക്കലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലായിരിക്കണം ആ വീടിൻ്റെ ഓരോ മുറികളും വരാന്തകളും നിർമ്മിച്ചു വെക്കേണ്ടത്. ആദം കോൺസ് പറഞ്ഞ പ്രകാരം സാറ വിഞ്ചസ്റ്റർ കാസ്റ്റലിൻ്റെ പണികൾ ആരംഭിക്കുന്നു. 38 വർഷമെടുത്ത 160ഓളം മുറികൾ, അതിൽ തന്നെ 40ഓളം കിടപ്പുമുറികൾ, 3 ലിഫ്റ്റുകൾ, 17 ചിമ്മിനികൾ, 47 നെഴിപ്പോടുകൾ, 13 ബാത്റൂമുകൾ, 6 അടുക്കളകൾ, 100 കണക്കിന് വാതിലുകൾ, 2000ഓളം ജനലുകൾ. ഓരോ വരികളും നിഗൂഢമായി കിടക്കുന്നു. ഓരോ മുറികളും ഇരുട്ടുകളായി മാറിയിരിക്കുന്നു. ഇന്നും അതിൽ ഓരോ മുറികൾക്കുള്ളിൽ കടക്കുമ്പോഴും അമാനുഷികമായ എന്തോ ഒന്ന് പിന്തുടരും പോലെ അവിടെ എത്തുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇന്നും വർഷങ്ങൾക്ക് മുൻപ് മരിച്ച സാറയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് എന്ന് അവിടെ എത്തുന്ന ആളുകൾ പറയുന്നു. ഇപ്പോൾ വിഞ്ചസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ കൈവശമുള്ള ഈ കെട്ടിടം 2017 മുതലാണ് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നത്.